അതിൽ ഈ നാടിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്നൊരു പ്രയോഗമുണ്ട്. നാടിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്നൊരു പ്രയോഗമുണ്ട്. അതാണല്ലോ ദേശവിരുദ്ധ പ്രവർത്തനം. നാടിന് വിരുദ്ധമായ കാര്യങ്ങൾ അല്ല. അതെ 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 ആ ദേശവിരുദ്ധ പ്രവർത്തനം ഈ പോലീസ് കണ്ടെത്തണ്ടേ? ഈ പിടിച്ച സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് അന്വേഷിക്കേണ്ടതാരാ? ഈ സ്റ്റേറ്റ് പോലീസല്ലേ, ഈ ഡാൻസ് ഓഫ് ടീമല്ലേ? ചെയ്തോ? കസ്റ്റംസ് ആണെങ്കിൽ വെറുതെ ഇരിക്കുവോ? കൊടുത്ത് വിട്ടൽ പോയി അന്വേഷിക്കും, കൊടുക്കുന്നവനെ അറസ്റ്റ് ചെയ്യും, കേസിൽ ബുക്ക് ചെയ്യും. 108 പ്രകാരമുള്ള കസ്റ്റംസ് ആക്ട് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കും. ആ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ വാലിഡാണ്. അവൻ കുറ്റവിചാരണ ചെയ്യപ്പെടും, ജയിലിൽ അടക്കപ്പെടും. ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വർണം മാത്രം അടിച്ചു പോവുക, വേറെ ഒരു കടലാസുമില്ല. എന്താണ് മുഖ്യമന്ത്രി അന്ന് നടത്തിയ പത്രപ്രസ്താവന? ഇതിൻ്റെ എല്ലാ നിയമവും വകുപ്പും അനുസരിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളെ കൊണ്ട് സർക്കാർ സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുള്ള രീതിയിൽ കൃത്യമായിട്ടാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടത് നടത്തിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത്? അന്ന് അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയെക്കുറിച്ച്, ഞാൻ 2 ദിവസം ഉണ്ടാകാൻ നടന്നു, ഇത് ആ ഒരു രീതിയിലേക്ക് പോകണ്ടെന്ന്. ഇപ്പം എന്താ സ്ഥിതി? എന്നെ വർഗീയവാദിയാക്കുക. എൻ്റെ സ്മൃതി കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. എത്ര ഹൈന്ദവ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരെ അവർ സംഖ്യയാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി ഈ രീതിയിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ അവനെ പുറത്താക്കി. അവൻ ഹിന്ദു ആണെങ്കിൽ എന്താ പിന്നെ ദേശാഭിമാനി വരുന്ന പ്രസ്താവന? അവൻ സംഖ്യയാണ്, അത് പുറത്താക്കി. ഒരു മുസൽമാൻ പോയാൽ അവൻ വർഗീയവാദിയാണ്, അവൻ ജമാഅത്ത് ഇസ്ലാമിയാണ്, അവൻ സുഡാപ്പിയാണ്. എത്ര ആളുകളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പറയുന്ന വർഗീയ സംഘടനകൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി? ഇതല്ലേ ഇവരുടെ നിലപാട്? നമുക്ക് ഈ അഭിമുഖത്തിലേക്ക് തന്നെ വന്നാലോ ശ്രീ അൻവർ? അതിൽ ഈ മലപ്പുറത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ ഖൈസൻ എന്ന് പറയുന്ന വാർത്താ ഏജൻസി ആ ഏജൻസിക്ക് എന്താണ് ഇതിൽ താല്പര്യം? ആ ഏജൻസി ഈ കാര്യം ഉൾപ്പെടുത്താൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അതുകൂടി ചേർക്കേണ്ടതുണ്ട്, ആ വാർത്താ സമ്മേളനത്തിൽ ആ കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട് എന്ന്.